സക്സസ് ഫയലിലേക്ക് സ്വാഗതം. കേരള ഭൂമിശാസ്ത്രം എന്ന ടോപ്പിക്കിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങളുടെ പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. PSC ബുള്ളറ്റിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ ക്വസ്റ്റ്യൻസും ഒരു പ്രാവശ്യമെങ്കിലും നോക്കിയിരിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന കേരളത്തിലെ ഭൂമേഖലകളുടെ വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നു മലനാട്, ഇടനാട്, തീരപ്രദേശം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 3. തെറ്റായ ജോഡി ഏത്? തന്നിരിക്കുന്നു പേപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ല, ചെന്തരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ല, പീച്ചി വാഴാനി വന്യജീവി സങ്കേതം മലപ്പുറം ജില്ല, ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ല. ഇതിൽ തെറ്റായ ജോഡി ഏത് എന്നതാണ് നമ്മളോടുള്ള ചോദ്യം. തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻ സി ആണ്. പീച്ചി വാഴാനി വന്യജീവി സങ്കേതമാണ് തെറ്റായിട്ടുള്ള ജോഡി. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലാണ് പീച്ചി വാഴാനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ചെന്തരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിലാണ്. ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? തൃശ്ശൂർ ജില്ല. അടുത്ത ചോദ്യം, ഭാരതപ്പുഴ ഒഴുകുന്ന കേരളത്തിലെ ജില്ലകൾ ഏതെല്ലാം? ഭാരതപ്പുഴ ഒഴുകുന്ന കേരളത്തിലെ ജില്ലകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി. ഏതൊക്കെയാണ്? പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. ഭാരതപ്പുഴ ഒഴുകുന്ന കേരളത്തിലെ ജില്ലകൾ ഏതെല്ലാമാണ്? പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുവാനായിട്ടുള്ളതാണ്. പട്ടിക 1 വെള്ളച്ചാട്ടം, അതുപോലെ പട്ടിക 2 അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കാനായിട്ടാണ് നമ്മുടെ ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. ഏതൊക്കെയാണ്? മങ്കയം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. മങ്കയം വെള്ളച്ചാട്ടം തിരുവനന്തപുരം ജില്ല. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് തുഷാരഗിരി വെള്ളച്ചാട്ടം കോഴിക്കോട് ജില്ലയിലാണ്. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. സീതാർകുണ്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഒന്നും കൂടിയും, മങ്കയം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരമാണ്. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. സീതാർകുണ്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. അടുത്തത്, ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ചുരവും അവ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളുമാണ് തന്നിരിക്കുന്നു. നാടുകാണിച്ചുരം നിലമ്പൂരും ഗൂഡല്ലൂരും, പാൽച്ചുരം വയനാടും കണ്ണൂരും, പേരിയാച്ചുരം മാനന്തവാടിയും മൈസൂരും, ആര്യങ്കാവ് ചുരം തന്നിരിക്കുന്ന കൊല്ലവും കന്യാകുമാരിയും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായിട്ടുള്ള ജോഡികൾ തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായിട്ടുള്ള ജോഡികൾ ഏതൊക്കെയാണ്? ശരിയായിട്ടുള്ള ജോഡികൾ ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ശരിയാണ്. 1, 2, 3 എന്നിവ ശരിയാണ്. നാടുകാണിച്ചുരം ബന്ധിപ്പിക്കുന്നത് നിലമ്പൂരിനെയും ഗൂഡല്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പാൽച്ചുരം വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പേരിയാച്ചുരം മാനന്തവാടിയെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ആര്യങ്കാവ് ചുരം ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്നത് കൊല്ലത്തെയും തെങ്കാശിയെയുമാണ്. കൊല്ലം, തെങ്കാശി. ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്നത് കൊല്ലത്തെയും തെങ്കാശിയെയുമാണ്. ആര്യങ്കാവ് ചുരം. പട്ടിക 1 പട്ടിക 2 ചേരുംപടി ചേർക്കുക. പട്ടിക 1 പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? കേരളത്തിന്റെ ജീവരേഖ, പ്രാചീന നാമം പാരീസ്, കേരളത്തിൽ ഇംഗ്ലീഷ് ചാനൽ, അപരനാമം നില. പട്ടിക 2 പെരിയാറ്, മയ്യഴിപ്പുഴ, ഭാരതപ്പുഴ, പമ്പ. ചേരുംപടി ചേർക്കുവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ ബി. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത്
പെരിയാറാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാർ. പ്രാചീന നാമം ബാരിസ്. ഏതിന്റെ പ്രാചീന നാമമാണ് ബാരിസ്? പമ്പ നദിയുടെ പ്രാചീന നാമമാണ് ബാരിസ്. പമ്പ നദിയുടെ പ്രാചീന നാമമാണ് ബാരിസ്. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴ. ഇനി അപരനാമം നിള. ഭാരതപ്പുഴയുടെ അപരനാമമാണ് നിള. ഭാരതപ്പുഴയുടെ അപരനാമമാണ് നിള. അപ്പൊ കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. പമ്പ നദിയുടെ പ്രാചീന നാമമാണ് ബാരിസ് എന്നത്. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ അപരനാമമാണ് നിള. അടുത്ത ചോദ്യം, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തന്നിരിക്കുന്നു. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് വയനാട്. മഴ നിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ. കണ്ണൂരിന്റെ സൈലന്റ് വാലി എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ആറളം. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം പേപ്പാറ വന്യജീവി സങ്കേതം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നതാണ്. തെറ്റായിട്ടുള്ളത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ഏതാണ്? ആറളം വന്യജീവി സങ്കേതമാണ്. ആറളം വന്യജീവി സങ്കേതം. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ടത് ആറളം വന്യജീവി സങ്കേതമാണ്. അപ്പൊ നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം വയനാട് ശരിയാണ്. മഴ നിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ ശരിയാണ്. കണ്ണൂരിന്റെ സൈലന്റ് വാലി എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ആറളം ശരിയാണ്. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായിട്ട് നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ഏതാണ്? ആറളം വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സൈലന്റ് വാലി ദേശീയോദ്യാനമാണ് കേരളത്തിൽ ഇടുക്കി ജില്ലയ്ക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഏക ദേശീയോദ്യാനം. നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണാർത്ഥം സ്ഥാപിതമായ സങ്കേതമാണ് കുറിഞ്ഞിമല. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. വരയാടിന്റെ സംരക്ഷണത്തിന് പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് ഇരവികുളം. ശരിയായ പ്രസ്താവന കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. 4 പ്രസ്താവനകളും ശരി ആണ്. സൈലന്റ് വാലി ദേശീയോദ്യാനമാണ് കേരളത്തിൽ ഇടുക്കി ജില്ലയ്ക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഏക ദേശീയോദ്യാനം ശരിയാണ്. നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണാർത്ഥം സ്ഥാപിതമായ സങ്കേതമാണ് കുറിഞ്ഞിമല ശരിയാണ്. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ശരിയാണ്. വരയാടിന്റെ സംരക്ഷണത്തിന് പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് ഇരവികുളം ശരിയാണ്. അടുത്തത് ചേരുംപടി ചേർക്കുവാനായിട്ടാണ്. പട്ടിക 1 തന്നിരിക്കുന്നു തടാകം അല്ലെങ്കിൽ കായൽ. പട്ടിക 2 ജില്ല. തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? വേളിക്കായൽ, മേപ്പാടി തടാകം, അഷ്ടമുടിക്കായൽ, ഏനമാക്കാൽ കായൽ. അപ്പോൾ അവ ഏത് ജില്ലയിലാണ് എന്നതാണ് നമുക്ക് ചേരുംപടി ചേർക്കാനായിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വേളിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ്. മേപ്പാടി തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയാണ്. അഷ്ടമുടിക്കായൽ ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. ഏനമാക്കൽ തടാകം സ്ഥിതി ചെയ്യുന്നതോ തൃശ്ശൂർ ജില്ലയിലാണ്. ഒന്നും കൂടിയും, വേളിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം, മേപ്പാടി തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്, അഷ്ടമുടിക്കായൽ കൊല്ലം ജില്ലയിലാണ്, ഏനമക്കൽ തടാകം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. അടുത്ത ചോദ്യം, ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? ശ്രീലങ്കയിലെ ആദം മലനിരകളിലെ സസ്യജനുസുകളുമായി അടുത്ത ബന്ധമുള്ള സസ്യജാലങ്ങൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് നെയ്യാർ. കേരളത്തിൽ വനവൽക്കരണ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ വളർത്തുന്ന വൃക്ഷം തേക്കാണ്.
വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയെ സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രിയങ്കരമാക്കുന്നത്. ചന്ദന മരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലമാണ് മറയൂർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ശ്രീലങ്കയിലെ ആദം മലനിരകളിലെ സസ്യജനുസുകളുമായി അടുത്ത ബന്ധമുള്ള സസ്യജാലങ്ങൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ഏത്? നെയ്യാർ വന്യജീവി സങ്കേതം. ശരിയാണ്. കേരളത്തിൽ വനവൽക്കരണ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ വളർത്തുന്ന വൃക്ഷം ഏതാണ്? തേക്കാണ്. ശരിയാണ്. വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയെ സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രിയങ്കരമാക്കുന്നത്. ശരിയാണ്. ചന്ദന മരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് മറയൂര്. ശരിയാണ്. അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. പട്ടിക 1 തന്നിരിക്കുന്നു. ചെറുതോണി അണക്കെട്ട്, മൂഴിയാർ അണക്കെട്ട്, അരുവിക്കര അണക്കെട്ട്, ഇടമലയാർ അണക്കെട്ട്. പട്ടിക 2 അവസ്ഥിതി ചെയ്യുന്ന ജില്ലകളാണ് തന്നിരിക്കുന്നത്. ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ചെറുതോണി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഇടുക്കി ജില്ലയാണ്. മൂഴിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. അരുവിക്കര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇടമലയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. ചെറുതോണി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഇടുക്കി ജില്ല. മൂഴിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ല. അരുവിക്കര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല. ഇടമലയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവന ഏത്? മലയോര സുഖവാസ കേന്ദ്രമായ പൊന്മുടി തിരുവനന്തപുരം ജില്ലയിലാണ്. അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയായ മീശപ്പുലിമല ഇടുക്കി ജില്ലയിലാണ്. അമ്പുകുത്തി മലയുടെ താഴ്വാരത്താണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ്. ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അഗസ്ത്യകൂടം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ല. ഇനി മലയോര സുഖവാസ കേന്ദ്രമായ പൊന്മുടി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയായ മീശപ്പുലിമല സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ശരിയാണ്. അമ്പുകുത്തി മലയുടെ താഴ്വാരത്താണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ശരിയാണ്. പൊന്മുടി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം, അഗസ്ത്യാർകൂടം തിരുവനന്തപുരം, മീശപ്പുലിമല ഇടുക്കി ജില്ലയിലാണ്. അമ്പുകുത്തി മലയിലാണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ചേരുംപടി ചേർക്കുവാനാണ്. പട്ടിക 1 പക്ഷി സങ്കേതം, പട്ടിക 2 ജില്ല. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി. മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയിലാണ്. കുമരകം പക്ഷി സങ്കേതം കോട്ടയം ജില്ലയിലാണ്. അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ്. മംഗളവനം പക്ഷി സങ്കേതം എറണാകുളം ജില്ല, കടലുണ്ടി പക്ഷി സങ്കേതം മലപ്പുറം, കുമരകം പക്ഷി സങ്കേതം കോട്ടയം, അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത്? കാക്കത്തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ വേമ്പനാട്ട് കായലിലാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കായൽ വേമ്പനാട്ട് കായലാണ്. കായംകുളം കായലിന്റെ അഴിമുഖമാണ് നീണ്ടകര. പാതിരാമണൽ ദ്വീപ് വേമ്പനാട്ട് കായലിലാണ്. തെറ്റായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി.
അഷ്ടമുടിക്കായലിന്റെ അഴിമുഖമാണ് ഏത്? നീണ്ടകര. അഷ്ടമുടിക്കായലിന്റെ അഴിമുഖമാണ് നീണ്ടകര, അഷ്ടമുടിക്കായൽ. അപ്പൊ കാക്കത്തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ വേമ്പനാട്ട് കായലിലാണ്. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കായൽ വേമ്പനാട്ട് കായലാണ്. ശരിയാണ്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ്. ശരിയാണ്. നീണ്ടകര സ്ഥിതി ചെയ്യുന്നത് നീണ്ടകര അഷ്ടമുടിക്കായലിന്റെ അഴിമുഖമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നു ചരൽക്കുന്ന് ഇടുക്കി, പാതിരാമണൽ ആലപ്പുഴ, റാണിപുരം കാസർഗോഡ്, ഇല്ലിക്കൽ കല്ല് കോട്ടയം. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 3, 4 എന്നിവ ശരിയാണ്. പാതിരാമണൽ ആലപ്പുഴ ശരിയാണ്. റാണിപുരം കാസർഗോഡ് ശരിയാണ്. ഇല്ലിക്കൽ കല്ല് കോട്ടയം ശരിയാണ്. ചരൽക്കുന്ന് എവിടെയാണ് വരുന്നത്? ചരൽക്കുന്ന് പത്തനംതിട്ട ജില്ലയിലാണ്. ചരൽക്കുന്ന് വന്നത് ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ് ചരൽക്കുന്ന് ഹിൽ സ്റ്റേഷൻ വരുന്നത്. പത്തനംതിട്ട. പാതിരാമണൽ ആലപ്പുഴ, റാണിപുരം കാസർഗോഡ്, ഇല്ലിക്കൽ കല്ല് കോട്ടയം. അടുത്തത് തെറ്റായ പ്രസ്താവന ഏത്? കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം നിലമ്പൂരാണ്. ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ആസ്ഥാനം ആലുവയാണ്. സംസ്ഥാന വനം വകുപ്പ് ആസ്ഥാനം തിരുവനന്തപുരത്ത് വഴുതക്കാടാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നതാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവന തന്നിരിക്കുന്നതിൽ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയമാണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയമാണ്. ഇനി ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ആസ്ഥാനം ആലുവയാണ്. ശരിയാണ്. സംസ്ഥാന വനം വകുപ്പ് ആസ്ഥാനം തിരുവനന്തപുരം വഴുതക്കാടാണ്. ശരിയാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചിയാണ്. ശരിയാണ്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ റാന്നി, കേരളത്തിലേക്ക് കന്യാവനം സൈലന്റ് വാലി, നാട്ടാന പരിരക്ഷണ കേന്ദ്രം കോട്ടൂർ, കാട്ടാന ഉദ്യാനം ചിന്നക്കനാൽ. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ റാന്നി ശരിയാണ്. കേരളത്തിലേക്ക് കന്യാവനം സൈലന്റ് വാലി ശരിയാണ്. നാട്ടാന പരിരക്ഷണ കേന്ദ്രം കൊട്ടൂർ ശരിയാണ്. 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. കാട്ടാന ഉദ്യാനം എന്ന് പറഞ്ഞിരിക്കുന്നു. ഉദ്യാനം ചിന്നക്കനാൽ എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റായിട്ടുള്ളതാണ്. അടുത്തത് പട്ടിക 1ഉം 2ഉം ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. പട്ടിക 1 പാപനാശം ബീച്ച്, നാട്ടിക ബീച്ച്, പുറക്കാട് ബീച്ച്, കണ്ണുതീർത്ഥം ബീച്ച്. പട്ടിക 2 തന്നിരിക്കുന്നത് ജില്ലകളാണ്. ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി. പാപനാശം ബീച്ച് തിരുവനന്തപുരം ജില്ല, നാട്ടിക ബീച്ച് തൃശ്ശൂർ ജില്ല, പുറക്കാട് ബീച്ച് ആലപ്പുഴ ജില്ല, കണ്ണുതീർത്ഥം ബീച്ച് കാസർഗോഡ് ജില്ല. അപ്പൊ പാപനാശം ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. നാട്ടിക ബീച്ച് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. പുറക്കാട് ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ്. കണ്ണുതീർത്ഥം ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. അടുത്തത് താഴെ തന്നിരിക്കുന്നവ പരിഗണിക്കുക. ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, കൊല്ലം ഇവയിൽ മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ഏതെല്ലാം? അതിർത്തി പങ്കിടാത്ത ജില്ലകൾ ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി. 1, 2, 3 എന്നിവ. ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് എന്നിവ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടാത്ത ജില്ലകളാണ്.
കൊല്ലം ജില്ല തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്നു. കൊല്ലം ജില്ല തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്നു. അവസാനത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവ പരിഗണിക്കുക. ആലപ്പുഴ, മലപ്പുറം, കോട്ടയം, എറണാകുളം ഏതൊക്കെ ജില്ലകളിലാണ് വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്? വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലാണ്? ഓപ്ഷൻ ഡി ആണ് 1, 3, 4. 1, 3, 4. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ട് വേമ്പനാട് കായൽ വ്യാപിച്ച് കിടക്കുന്നു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.